റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യേണ്ട ടൺ കണക്കിന് അരിയും ഗോതമ്പും ഭക്ഷ്യയോഗ്യമല്ലാതായി. കൊച്ചിയിലെ മട്ടാഞ്ചേരിക്കടുത്ത് റേഷൻ മൊത്ത വ്യാപാരിയുടെ ഗോഡൌണിലാണ് അരിയും ഗോതമ്പും മാസങ്ങളായി പുഴുവരിച്ച് നശിച്ചത്. പൊതുവിപണിയിൽ അരിവില കുതിച്ചുയരുമ്പോഴാണ് സർക്കാർ സാധാരണക്കാർക്ക് കൊടുക്കേണ്ട ഭക്ഷ്യധാന്യങ്ങൾ നശിക്കുന്നത്. കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ട്. കൊച്ചിയിൽ മട്ടാഞ്ചേരിക്കടുത്ത് സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിലാണ് ടൺ കണക്കിന് അരിയും ഗോതമ്പും ഭക്ഷ്യയോഗ്യമല്ലാതായത്. ജില്ലയിൽ റേഷൻ മൊത്തവ്യാപാരം നടത്തുന്ന സ്വകാര്യ വ്യക്തി ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് മാസങ്ങളായി ഗോഡൌണിൽ സൂക്ഷിക്കുകയായിരുന്നു ഭക്ഷ്യധാന്യങ്ങൾ. കഴിഞ്ഞ ദിവസം സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി വിധി വന്നതോടെയാണ് ഗോഡൌണിലെ ഭക്ഷ്യശേഖരം റേഷൻ ഡിപ്പോകളിലേക്ക് നീക്കാൻ ആരംഭിച്ചത്. അശാസ്ത്രീയമായി സൂക്ഷിച്ച ഭക്ഷ്യധാന്യങ്ങൾ പുഴുവരിച്ചും പ്രാണി നിറഞ്ഞും കണ്ടെത്തിയത് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരാണ്. ജില്ലയിലെ 114ലധികം റേഷൻ കടകളിലേക്ക് ഈ ഓണക്കാലത്ത് വിതരണത്തിനായി കൊണ്ടുപോകുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ കണക്കെടുക്കാൻ സിറ്റി റേഷനിംഗ് ഓഫീസറും റേഷൻ ഇൻസ്പെക്ടർമാരുമാണ് ഗോഡൌണിൽ എത്തിയത്. അത് ഇവിടെ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്തു എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. 1100 ക്വിന്റലിലേറെ ഇപ്പോൾ 14-ാം തീയതി 2 ലോഡ് പോയി, ഇന്നലെ 7 ലോഡ് പോയി, ബാക്കി എല്ലാം കൂടെ ഒരു 11,000 ക്വിന്റൽ. കേന്ദ്രവിഹിതമായ അരിക്കും ഗോതമ്പിനും കൂടുതൽ വില നൽകേണ്ടി വരുമ്പോഴാണ് അനാസ്ഥ കാരണം സാധാരണക്കാർക്ക് ലഭ്യമാകേണ്ട ഭക്ഷ്യധാന്യങ്ങൾ കേടായി നശിക്കുന്നത്. പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോൾ സർക്കാർ സാധാരണക്കാരന് കൊടുക്കേണ്ട അരിയും ഗോതമ്പുമെല്ലാമാണ് ഇവിടെ കിടന്ന് നശിക്കുന്നത്. മലയാളി ഒരുപക്ഷെ ഓണമുണ്ണുന്നത് ഈ അരി കൊണ്ട് തന്നെയായിരിക്കും.